ഹായ്, എല്ലാവർക്കും താരൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ ഇന്നിവിടെ രാവിലെ ഭയങ്കര മഴയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തീയലാണ്. സാധാരണ നമ്മൾ വറുത്തരച്ചും തീയൽ വെക്കും. ഞങ്ങൾ ഇന്ന് പച്ചക്കാണ് തീയൽ വെക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി, കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്കായ, വഴുതനങ്ങ, വെണ്ടയ്ക്ക. അതിന് മുമ്പായി നമ്മൾ തേങ്ങ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കും. ആണ്ടേ ദാണ്ടേ അമ്മ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അത് ദാണ്ടേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ദാണ്ടേ മല്ലിപ്പൊടി ദാണ്ടേ ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിക്കുന്നു കണ്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇടുന്നു. അതും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉലുവാപ്പൊടി, അതും ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുന്നു. ഈ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയാണ് ഈ ഒന്ന് മൂപ്പിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇടുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നമ്മൾ വറുത്തരച്ച് തീയൽ വെക്കുന്ന കണക്ക് ഒത്തിരി ഒന്നും മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അത്രയും മൂത്താൽ മതി. അത് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് വറ്റൽ മുളകും കടുകും ഇട്ട് പൊട്ടിക്കണം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കടുക് ഇടുകയാണ്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇടുന്നു. അതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇടുന്ന, അതായത് ചെറിയ ഉള്ളി, സവാള, കിഴങ്ങ്, തക്കാളി, ഇതെല്ലാം കൂടി ഇട്ട് അതിനകത്തിട്ടൊന്ന് ഇളക്കുന്നു. പിന്നീട് അത് ഇളക്കിയതിന് ശേഷം പിന്നീട് അതിലേക്ക് പച്ചമുളകും വഴുതനങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കടുക് പൊട്ടിച്ചതിനകത്തിട്ട് ഒന്ന് ഇളക്കുവാണ്. ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് കുറച്ച് ഉപ്പ് ചേർത്ത് പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന
മുമ്പേ മൂപ്പിച്ച് വെച്ച അരപ്പുണ്ടല്ലേ, അത് ഒന്ന് അരച്ചെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇടുക. അതും ജസ്റ്റ് ഒന്ന് ഇളക്കുക, വഴറ്റുക. അരപ്പ് താണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരുന്ന അരപ്പ് താണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കേണ്ടത്. അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമ്മൾ ആ വഴറ്റിക്കൊണ്ടിരുന്ന കഷ്ണങ്ങളിലേക്ക് ചേർക്കുകയാണ്. ആ അരപ്പും കുറച്ച് ആവശ്യാനുസരണം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുരിങ്ങയ്ക്കയുടെ കഷ്ണങ്ങൾ ഇടുന്നു. നല്ലോണം ഇളക്കി അത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. തീ കൂട്ടി വെച്ച് വേണേ വേവിക്കാൻ. നമ്മളെ കറിയിലേക്ക് കുറച്ച് പിഴിപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളെ തീയൽ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. സ്വാദിഷ്ടമായ പച്ചത്തീയൽ റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.